പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഹൈദരാബാദി ദം ബിരിയാണിയാണ്. ഇത് ഹൈദരാബാദിന്റെ ഒരു ഇമോഷനാണ്, ഹൈദരാബാദി ദംകി ബിരിയാണി. ഇത് ആദ്യം ഓണിയൻ ഇതുപോലെ സ്ലൈസ് ചെയ്ത് നമുക്ക് ഓയിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഇടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. കളർ ജസ്റ്റ് മാറി വരുമ്പോൾ തന്നെ കോരി നമുക്ക് സ്ട്രെയിനറിലേക്ക് മാറ്റേണ്ടതാണ്. നേരത്തെ കോരുന്നത് എന്തിനാന്ന് വെച്ചാൽ അതിരുന്ന് മുരിഞ്ഞോളും, അല്ലെങ്കിൽ ഉണ്ടല്ലോ അത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇതുപോലെ മുറിഞ്ഞ് റെഡിയാക്കണം. അടുത്തതായി ബിരിയാണിക്കായി ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. നമ്മളിവിടെ 4 കിലോ ബിരിയാണി കട്ട് ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത്. ആദ്യം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 400 ഗ്രാംസ്, 4 പച്ചമുളക് ക്രഷ് ചെയ്തത്, ഫൈനലി ചോപ്പ് ചെയ്ത മല്ലി പുതിന ഇല ഒരു 2 ബഞ്ച്, കസൂരി മേത്തി 50 ഗ്രാംസ്, പൊടിച്ച ഗരം മസാല 100 ഗ്രാംസ്, കൊറിയാണ്ടർ പൗഡർ 150 ഗ്രാംസ്. ഇത് ഫൈൻ പൗഡർ ആയിരിക്കണം കേട്ടോ, തരിതരിയായിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ മസാലയിൽ കാണിക്കും. ബേ ലീവ്സ് ഒരു 5 എണ്ണം, പെരുംജീരകം 1 ടേബിൾ സ്പൂൺ, ഗ്രാമ്പൂ 10 എണ്ണം, സ്റ്റാർ അനൈസ് ഒരു 4 എണ്ണം, കുഞ്ഞു ജീരകം 1 ടേബിൾ സ്പൂൺ, ജാതിപത്രി 2 എണ്ണം, മഞ്ഞൾപ്പൊടി 100 ഗ്രാംസ്, ദഗി മിർച്ച് പൗഡർ 200 ഗ്രാംസ്. ഇത് നല്ല കളറിന് വേണ്ടിയിട്ടാണ്, എന്നാൽ എരിയോ ഒട്ടും ഇല്ലാണ്. നോർമൽ കാശ്മീരി ചില്ലി പൗഡർ 2 ടേബിൾ സ്പൂൺ, ചിക്കൻ മസാല 150 ഗ്രാംസ്, ഉപ്പ് ആവശ്യത്തിന്, രണ്ട് വലിയ നാരങ്ങ പിഴിയണം. ഒരു ലിറ്റർ തൈര്, ഗീ 100 ml, ഓണിയൻ ഫ്രൈ ചെയ്ത ഓയിൽ ഒരു 100 ml, ഫ്രൈ ചെയ്ത ഓണിയൻസ്, നമ്മളിവിടെ 2 kg ഓണിയൻസ് ആണ് ഫ്രൈ ചെയ്തത്. എന്നിട്ട് നന്നായി ഇളക്കി നമുക്ക് മാരിനേറ്റ് ചെയ്യാം. നമ്മളിവിടെ 5 kg ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. ഒരു 25 to 30 മെമ്പേഴ്സ്ക്ക് സെർവ് ചെയ്യാൻ പറ്റും. നമ്മുടെ വീട്ടിലൊരു കോട്ടേജ് മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഹൈദരാബാദി ദംകി ബിരിയാണി ഉണ്ടാക്കിയത്.
അതിലേക്ക് ഫ്ലേവറിന് വേണ്ടി 50 ml റോസ് വാട്ടർ, എല്ലാം കൂടെ ചേർത്തൊന്ന് നമുക്ക് നന്നായി മാരിനേറ്റ് ചെയ്ത് 20 മിനിറ്റ് വെക്കാം. അപ്പോഴേക്കും നമുക്ക് റൈസ് ബോയിൽ ചെയ്യാൻ എടുക്കാം. അടുത്തതായി വേറൊരു ചെമ്പിൽ റൈസ് ബോയിൽ ചെയ്യാം. അതിലേക്ക് ഒരു 10 ലിറ്റർ വെള്ളം ഒഴിക്കാം. അതിലേക്ക് നമ്മുടെ ഗരം മസാലകളെല്ലാം ആഡ് ചെയ്യാം. മല്ലി, ഏലക്ക, പട്ട, ഗ്രാമ്പു, സ്റ്റാർ അനൈസ് എല്ലാം ആഡ് ചെയ്യാം. മല്ലിയില, പുതിന ഇല ആഡ് ചെയ്യാം. 2 പച്ചമുളകും ആഡ് ചെയ്യാം. ആവശ്യത്തിന് സോൾട്ട് ആഡ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് റോസ് വാട്ടർ ആഡ് ചെയ്യാം. നമ്മൾ കിയോറ വാട്ടറും ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഗീ ഒരു 20 ml, ഓയിൽ ഒരു 20 ml ഒഴിച്ച് നമുക്ക് നന്നായിട്ട് ഇളക്കണം. ഒന്ന് തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇവിടെ റൈസ് തിളച്ച് വന്നിരിക്കുകയാണ്. അതിലേക്ക് നമ്മൾ 5 kg ബസ്മതി റൈസ് നേരത്തെ കഴുകി സോക്ക് ചെയ്ത് വെച്ചതാണ്. ഒരു അരമണിക്കൂറിന് മുൻപ് സോക്ക് ചെയ്താൽ മതി. അതെന്നിട്ട് ഈ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്കിത് ഹാർഡായിട്ട് ഇളക്കേണ്ട ആവശ്യമില്ല. റൈസ് സോക്ക് ചെയ്തത് കൊണ്ട് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ചെറിയതായിട്ട് ജെന്റിലായിട്ട് ഇളക്കിയാൽ മതി. റൈസ് ഇടുന്നതിന് മുന്നേ നമുക്ക് ആ വാട്ടർ തന്നെ ഈ മാരിനേഷനിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ റൈസ് ഒക്കെ ഒന്ന് ഹാഫ് കുക്കായി വരുമ്പോൾ സ്ട്രെയിനർ യൂസ് ചെയ്ത് നമ്മുടെ മാരിനേഷനിലേക്ക് ലെയർ ബൈ ലെയർ ഇട്ട് കൊടുക്കണം. ഇത് ആവിയിലാണ് പിന്നെ കുക്കാകുന്നത്. അതിനാണ് ഹിന്ദിയിൽ ഇതിന് ദംകി ബിരിയാണി എന്ന് പറഞ്ഞത്. ദംകി എന്ന് വെച്ചെങ്കിൽ ആവിയിൽ കുക്കാകുന്നത്. ഇത് നമ്മളൊരു ഈ പാത്രത്തിന് കനം കുറഞ്ഞതുകൊണ്ട് നമ്മൾക്ക് ഒരു അയൺ തവയുടെ മേളിൽ ആണിത് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് സാഫ്രോൺ വാട്ടർ ആഡ് ചെയ്യാം. മല്ലി, പുതിന ഇല ചോപ്പ് ചെയ്ത് ആഡ് ചെയ്യാം. ഫ്രൈഡ് ഓണിയൻസ് ആഡ് ചെയ്യാം. ml ഗീ പോലെ ആഡ് ചെയ്ത അങ്ങനെ നമ്മുടെ ഗാർണിഷിങ് റെഡി ആയിരിക്കുകയാണ്. നമുക്കിനി അടുത്തതായിട്ട് ഇതിന് ചുറ്റും മാവ് വെച്ച് അടപ്പ് വെച്ചതിന് ശേഷം നല്ല വെയിറ്റുള്ള പാത്രം അതിൻ്റെ മണ്ടിൽ വെക്കണം. ഈ മാവ് വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ആവി എസ്കേപ്പ് ആവാതിരിക്കാനായിട്ടാണ്. നമ്മുടെ അടുക്കളയിൽ സ്പേസ് കുറവുള്ളത് കൊണ്ടായിരുന്നു ഈ ബൾക്ക് ക്വാണ്ടിറ്റി നമ്മൾ പുറത്തിട്ടുണ്ടാക്കിയത്. ഇതാ ഇപ്പോൾ ദം പൊട്ടിക്കുകയാണ്. പൊട്ടിച്ചപ്പോൾ നല്ല അടിപൊളി മണമായിരുന്നു. റൈസൊക്കെ നല്ല സോഫ്റ്റായി, ആണിയൻസിൻ്റെ ഒക്കെ നല്ല ഫ്ലേവറും ചിക്കൻ്റെ ആ ആവിയിട്ട് കുക്കായിട്ടുള്ള നല്ല മണം വരുന്നുണ്ടായിരുന്നു. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, 20 മിനിറ്റ്സ് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ 5 മിനിറ്റ്സ് ഹൈ ഫ്ലെയിമിലും ബാക്കി 15 മിനിറ്റ്സ് ലോ ഫ്ലെയിമിലും വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ. അടുത്തതായി നമുക്ക് സാലഡ് ഉണ്ടാക്കാം. അതിനാവശ്യമായ അനിയൻസ്, മല്ലി, പുതിന എല്ലാം ചോപ്പ് ചെയ്തത്, ഒരു 4 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, സോൾട്ട് ഇട്ട് കൊടുത്ത് നമ്മളിവിടെ ഒരു 1.5 ലിറ്റർ കേർഡാണ്
എടുത്തിരിക്കുന്നത് സാലഡിന് വേണ്ടിയിട്ട്. സോ ബിരിയാണിയുടെ കൂടെ കഴിക്കാൻ റായ്തയും അല്ലെങ്കിൽ സാലഡ് അല്ലെങ്കിൽ മിർച്ചിക്ക സാലഡ്. നമുക്ക് ടൈം ഷോർട്ട് ആയതുകൊണ്ട് വീഡിയോ റെക്കോർഡിങ് ചെയ്യാൻ സാധിച്ചില്ല. നമ്മൾ അടുത്തൊരു റെസിപ്പി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ്. നമ്മൾ തൈര് ആഡ് ചെയ്ത് ഇളക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, വെള്ളം ചേർത്ത് നമ്മൾ ഇപ്പോഴേ ഇളക്കാൻ പാടില്ല. ആദ്യം കേർഡിട്ട് ഫസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് ആവശ്യത്തിനനുസരിച്ച്. നമ്മളിവിടെ 1 ഗ്ലാസ് വാട്ടറാണ് ആഡ് ചെയ്ത് ആ ഒരു തിക്ക് കൺസിസ്റ്റൻസിയിൽ എടുത്തിരിക്കുന്നത്. ഹൈദരാബാദിൻ്റെ വികാരമായ ഹൈദരാബാദി ബിരിയാണി എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം. പിന്നെ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം. അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യണം.